പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് കൊടുത്ത ആദ്യത്തെ കൽപ്പന പിശാചനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പിശാചനെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിത ദൗത്യങ്ങളും പോകേണ്ടതുപോലെ പോവുകയല്ല. ഇത് എന്തിനു വേണ്ടി ഈശോ ഈ ഒരു 4 ദിവസം ഉപവസിച്ചു? ബെനഡിക്ട് 16 പാപ്പ തൻ്റെ ജീസസ് ഓഫ് നസ്രത്ത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. പാപ്പ പറയുകയാണ്, ഈശോയുടെ ഈ പ്രലോഭന സംഭവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കും പറയുകയാണ്, നമുക്ക് ആശ്ചര്യം തോന്നുന്നു 3 സുവിശേഷകന്മാരും മത്തായി, മർക്കോസ്, ലൂക്ക ഒരുപോലെ പങ്കുവച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് കൊടുത്ത ആദ്യത്തെ കൽപ്പന പിശാചനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോർദാന് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അങ്ങനെയുള്ള ഈശോ ആവേശത്തോടെ ശുശ്രൂഷ ആരംഭിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പം ഗലീലയ്ക്ക് പോകുമ്പം പരിശുദ്ധാത്മാവ് ഈശോ തടയുകയാണ്. അങ്ങോട്ട് പോകാൻ വരട്ടെ, ഗലീലയിലേക്ക്. പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? അത് പറയണം മരുഭൂമിയിലേക്ക്. അവിടെ ആരും ഇല്ലല്ലോ, അവിടെ ഒരാളുണ്ട്. അവനെ ആദ്യം നിലയ്ക്ക് നിർത്തണം. സാത്താൻ പിശാചനെ വരച്ച വരയിൽ നിർത്താൻ പഠിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിത ദൗത്യങ്ങളും പോകേണ്ടതുപോലെ പോവുകയല്ല. പിശാചനെ നിർത്തേണ്ടടുത്ത് നിർത്താനായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഹവ്വയും അവിടെയാണ് തോറ്റത്. രണ്ടാമത്തെ ആദമായി ഈശോ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിർബന്ധമായിട്ടും ഇവനെ വരച്ച വരെ നിർത്തണം. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ആരംഭിക്കുന്ന ശുശ്രൂഷ മുന്നോട്ട് പോവുകയല്ല. നമ്മൾ പൈശാചിക അരൂപികളെ നിർത്താൻ അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം തട്ടി മുട്ടി തകർന്ന് വഴി അടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ പെട്ട് കിടക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ നല്ലൊരു പങ്ക് തിരിച്ചറിയാത്തവരുടെ ജീവിതങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണ്. ഒരു വലിയ IT ഫീൽഡിലുള്ള ഒരു വലിയ, ഞാൻ പേര് വിട്ടുപോയി, ഒരു ജോൺ, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം അവരുടെ ഒരു വലിയ മീറ്റിങ്ങിൽ, ഇന്റർനാഷണൽ ആയിട്ടുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ നാളുകളിൽ അവരുടെ ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹം ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ടോക്ക് കൊടുക്കുകയാണ്. ഒരു ജോൺ ചേംബേഴ്സ് എന്ന് മറ്റേ ഓർമ്മസി വരുന്നൊക്കെ. അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അവിടെ എക്സിക്യൂട്ടീവ് തലവന്മാരിയ്ക്കുകയാണ്, പറയാണ്, നിങ്ങൾ 2 ഗണത്തിൽപ്പെടുന്നു. ഒന്ന്, നിങ്ങൾക്കെതിരെ സൈബർ കുറ്റവാളികൾ ചെയ്യുന്നതായ നിങ്ങൾക്ക് നടത്തുന്ന ആക്രമണങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് നല്ലപോലെ പണം മുടക്കി ആളുകളെ നിയോഗിച്ച് സമയവും ചെലവഴിച്ച് കരുതലെടുത്ത് നീങ്ങുന്ന കമ്പനിക്കാർ നിങ്ങൾ കുറേയുണ്ട്. നിങ്ങൾക്ക് നല്ല തട്ട് കിട്ടുന്നുണ്ട്. ഈ സൈബർ ആക്രമണം നമുക്കറിയാമല്ലോ, ഇന്ന് പേപ്പറിലൊക്കെ, ഇന്ന് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം ആദ്യം റിംഗ് ടോണിൻ്റെ സമയം നമ്മൾ കേൾക്കുന്നത്, എവിടെന്നെങ്കിലും പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങളതിന് ഉത്തരം കൊടുക്കരുത്, അത് സൈബർ കുറ്റവാളികളായിരിക്കാം. ഇങ്ങനെയുള്ള അറിയിപ്പ് ഭാരതത്തിൽ മുഴുവൻ തന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. എന്തുകൊണ്ടാണ്? അനേകർ ഈ കെണിയപ്പെടുന്ന 10 വാർത്ത വരുന്നുണ്ട്. സൈബർ ആക്രമണങ്ങൾ ഡിജിറ്റലായിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത പോലെ ആക്രമണത്തിന് ഇരയാകുന്നു. നമ്മൾ സാധാരണക്കാർ പോലും, അനേകർ, ചില അച്ഛന്മാരുടെ പോലും പണം പോയത്, മെത്രാൻ്റെ പണം പോയതൊക്കെ നമ്മൾ 10 വായിക്കുകയുണ്ടായി. അങ്ങനെ അറിയാതെ കബളിപ്പിക്കപ്പെടുകയാണ്. വ്യക്തികളുടെ ലൈഫിൽ ഇതുപോലെ ആക്രമണം ഉണ്ടാകുന്നതിന് വലിയ കമ്പനികൾക്ക് ആക്രമണം ഉണ്ടാവുകയാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളിൽ നല്ല ഒരു പങ്ക്, ഇരിക്കുന്നവരൊരു പങ്ക് ഇത് തിരിച്ചറിഞ്ഞിട്ട് നല്ലപോലെ കോടികൾ മുടക്കി ഇതിനെ പ്രതിരോധിക്കാൻ ഒരു സൈബർ അറ്റാക്കറും റോബറും കടന്ന് കയറില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അത് പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് ഡിജിറ്റലായിട്ട് വരുമ്പം, സയൻസ് വളരുമ്പം അതനുസരിച്ചുള്ള ആക്രമണങ്ങൾ പുതിയ രീതി വരിക. അതുകൊണ്ട് എപ്പോഴും കരുതി നിൽക്കണം. അങ്ങനെ കരുതലെടുത്ത് അതിനുവേണ്ടി പണം മുടക്കി സത്ത ചെലുത്തി ആൾക്കാരെ വെച്ച് നീങ്ങുന്ന കമ്പനിക്കാർ നിങ്ങൾ കുറേ പേരുണ്ട്. എന്നാൽ നിങ്ങൾ മറ്റൊരു കമ്പനിക്കാർ ഈ മേഖലയെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനത്തെ പരിപാടി, ആക്രമണമൊന്നും, ഞങ്ങളുടെ കമ്പനിയെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ആക്രമണമൊന്നും വരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മറ്റ് കമ്പനിക്കാരെ പോലെ തന്നെ നിങ്ങളും ആക്രമിക്കപ്പെടുന്നു, നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം. അപ്പൊ 2 ഗണത്തിലാണ് കമ്പനിക്കാരെ നിങ്ങളുള്ളത്. ഒന്ന്, ആക്രമിക്കപ്പെടുന്നത് അറിഞ്ഞിട്ട് അതിനുവേണ്ടി അധ്വാനിച്ച് സമയം പണം മുടക്കി കരുതലെടുക്കുന്നവർ. 2, ആക്രമിക്കപ്പെടുന്ന അറിയാതെ അതൊന്നും ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് അതേസമയം രൂക്ഷമായ ആക്രമണത്തിന് ഇരയായിക്കൊണ്ട് നീങ്ങുന്ന കമ്പനിക്കാർ. ഇത് ഞാനിങ്ങനെ ഉദ്ധരിക്കാൻ കാരണം നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കടന്നു വന്നതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു സൂചന, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നിങ്ങൾക്ക് ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ആക്രമണം തൊട്ട് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.
അതിനെ പ്രതിരോധിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു സഹായം തേടി, വചന വ്യക്തത തേടി, കരുത്ത് തേടി നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ അനേകര് ഈ മേഖലയെക്കുറിച്ച് ചിന്തിക്കാനേ തയ്യാറല്ല. അടുത്ത കാലത്തൊരു വചന പ്രഘോഷകന്റെ പങ്കുവെക്കൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പിശാചിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ അവനെ ഗ്ലോറിഫൈ ചെയ്യുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ പിശാചിനെ കുറിച്ച് പറയാൻ പാടില്ലാത്താണെങ്കിൽ ആദ്യം ബൈബിളിൽ തന്നെ പിശാചിനെ കുറിച്ചുള്ള എല്ലാം വെട്ടിക്കളയണം, അല്ലേ? ഈ ബൈബിളിൽ തന്നെ പിശാചിനെ കുറിച്ച് പറഞ്ഞെല്ലാം വെട്ടിക്കളയണം. പിശാചിനെ കുറിച്ചുള്ള കാര്യം ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ബൈബിളേ ഇല്ല, പിന്നെ ബൈബിളിന് അർത്ഥമില്ല. എന്തിനാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്? പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കാൻ. അത് മിണ്ടണ്ട. രക്ഷകൻ എന്തിനാ വാഗ്ദാനം ചെയ്തത്? പിശാച് ആദ്യ മാതാപിതാക്കളെ വീഴിച്ചപ്പം, ഉൽപ്പത്തി 3:15, നിന്റെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പൊ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബൈബിളേ ഇല്ല, സഭയ്ക്ക് പോലും പ്രസക്തിയില്ല. മാമോസ മുങ്ങി അവസാനമുള്ള സഭയിൽ അംഗമാകുന്നു, നമുക്കറിയാമല്ലോ. മാമോസ മുങ്ങാൻ വരുമ്പം അച്ഛൻ പള്ളിക്ക് പുറത്ത് വന്ന് ശുശ്രൂഷ ആരംഭിച്ചിട്ട് ആദ്യ ചോദ്യം പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം ഭവിക്കുന്ന നീ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഞാൻ അടുത്ത കാലത്തൊരു മാമോസ നൽകാൻ പള്ളി ചെന്നപ്പം കുദാശയുടെ പുസ്തകം എടുത്തുകൊണ്ട് ആരംഭിച്ചു. പള്ളിയുടെ വാതൊക്കെ പോയി ആരംഭിച്ചു. പ്രാർത്ഥന ചൊല്ലി വന്ന ഈ ഭാഗം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലേ? പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം ഭാവിക്കാൻ നീ ആഗ്രഹിക്കുന്നു? പാപവും പാപമാർഗവും ഉപേക്ഷിക്കുന്നു? യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിക്കുന്നു? ഈ 3 ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ആ കുദാശ പുസ്തകത്തിൽ വെട്ടിയിട്ടിരിക്കുന്നു, പേന കൊണ്ട് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ആ പള്ളിയിൽ ഇപ്പോഴത്തെ അച്ഛനാവണമെന്നില്ല, ചിലപ്പോൾ നേരത്തെ അച്ഛൻ, അതല്ല അച്ഛന്മാരാ, വികാരിച്ചന്മാരാ. എന്ന് വെച്ചാൽ ആ വെട്ടിയ അച്ഛന് മാമോസ കൊടുക്കുമ്പം ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. നമ്മൾ തമ്പുരാനേക്കാൾ വലിയ ആൾക്കാരായിട്ട് എങ്ങോട്ടാ പോയി? എന്തിനാ സഭയെ സ്ഥാപിച്ചത്? ഈശോ സഭയെ സ്ഥാപിച്ച് തന്നെ സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് എൻ്റെ പ്രസക്തി എന്താ? നരകത്തിന്റെ കവാടങ്ങൾ അടച്ചു പൂട്ടണം, തകർക്കണം, സ്വർഗത്തിലേക്ക് കയറ്റണം. അതിനു വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പം വരുന്ന ദുരന്തങ്ങൾ. ഇത് നമ്മൾ ഇന്ന് വായിച്ചതായ വചനഭാഗം എല്ലാം വെച്ചുകൊണ്ട് പൈശാചിക അരികൾക്കെതിരെ എങ്ങനെ പൊരുതാം എന്ന് നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൻ്റെ എവിടെ നോക്കിയത് കാണാൻ പറ്റും. ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ഇതിലേക്ക് നോക്കുമ്പം ഈശോയുടെ മരുഭൂമിയിലെ ഈ പരീക്ഷയെപ്പറ്റി വായിക്കുമ്പം ഈശോ എപ്പോഴാണ് മരുഭൂമിയിലേക്ക് ആത്മാവിശ്വ നയിച്ചത് നമ്മൾ കണ്ടു. സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ആത്മാവ് നിറഞ്ഞ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞു? മരുഭൂമിയിലേക്ക് പോവുക, അല്ലേ? അപ്പൊ ഈശോയുടെ ഈ ഒരു മരുഭൂമിയിലെ പരീക്ഷയുടെ സാത്താനെ പരാജയപ്പെടുത്തി. അതിന് ഈശോ ഉപയോഗിച്ച മാർഗങ്ങൾ എന്തെല്ലാമാ? അത് നമ്മൾ ഉപയോഗിക്കണം. ഒന്നാമത്തെ മാർഗം എന്താ? ഈശോ യോർദാനിന് സ്നാനം സ്വീകരിച്ചു, എന്നിട്ട് പരിശുദ്ധാത്മാവ് നിറയുന്നത്. അപ്പോഴാണ് മരുഭൂമിയിലേക്ക് പോകുന്നത്. ആ സ്നാനം ഏത് സ്നാനമാണ്? സ്നാപം കൊടുത്ത സ്നാനം. അത് എന്തിനുള്ള സ്നാനമായിരുന്നത്? പാപമോചനത്തിനായി ജലം കൊണ്ടുള്ള സ്നാനമാണ് സ്നാപകൻ കൊടുത്തത്. ഈശോ യോർദാനിൽ സ്നാനം സ്വീകരിച്ചു. ആ സ്നാനം എന്തിനുള്ള സ്നാനമാണ്? പാപമോചനത്തിനായിട്ടുള്ള സ്നാനമാണ് യോഹന്നാൻ വന്ന് കൊടുത്തത്. ഈശോയിൽ പാപം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈശോ പോയി ഈ സ്നാനം സ്വീകരിച്ചത്? നമുക്കൊരു മാതൃകയാകാൻ, നമുക്കൊരു മോഡലാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പിശാചിന്റെ പിടുത്തങ്ങൾ ദൂരീകരിച്ച് കെട്ടാൻ, വിടുതൽ കെട്ടാൻ, ബന്ധങ്ങളിൽ വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒന്നാമത് സ്വന്തമാക്കേണ്ടത് പാപമോചനം. പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കണം. പാപവുമായിട്ട് നീങ്ങുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും പൈശാചിക അരുവികൾ പോവുകയല്ല. എത്ര ഓടിച്ചാലും പോവുകയല്ല. ഇഷ്ടംപോലെ വചന സംഭവങ്ങളുണ്ട്. യൂദാസ്കറിയാത്ത പാപവുമായിട്ട് ഈശ്വരോട് നടന്നയാളാണ്. യൂദാസ്കറിയാത്ത പാപത്തിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങളുണ്ട്. ഏതാ? അവൻ മോഷ്ടിച്ചിരുന്നു, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു. യോഹന്നാൻ 12 കാണാം. അവൻ മോഷ്ടിച്ചിരുന്നു, പിന്നെ പെറുപെറുത്തിരുന്നു, വെറുപ്പ്, എതിർചിന്ത, കുറ്റപ്പെടുത്തൽ. അങ്ങനെ പോയ യൂദാസിനെ കുറിച്ച് അന്ത്യത്താഴത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാല് കഴുകുന്ന രംഗം ഈശോ അപ്പോസ്തലന്മാരുടെ. പത്രോസ് തടസ്സം പറഞ്ഞു. ഈശോ പറഞ്ഞു, എങ്കിൽ നിനക്ക് പങ്കില്ല. അപ്പോൾ പത്രോസ് എന്നാൽ എന്നെ മുഴുവൻ കഴിക്കുമോ? അപ്പോൾ ഈശോ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, കുളി കഴിഞ്ഞവന് കാല് മാത്രം കഴുകിയാൽ മതി, നിങ്ങൾ ശുദ്ധിയുള്ളവരാ. എന്നിട്ട് ഈശോ ഒരു കമന്റ് പറയുന്നുണ്ട്, എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. അവിടെ ഈ സുവിശേഷ യോഹന്നാൻ കമന്റ് കൊടുത്തിരിക്കുകയാണ്, അവരിത് പറഞ്ഞത് യൂദാസിനെ കുറിച്ചാണ്. അപ്പൊ കണ്ടോ, യൂദാസ് ശുദ്ധിയിലല്ല, വിശുദ്ധിയിലല്ല, പാപത്തിലായിരുന്നു. യൂദാസ് പാപത്തിലായിരുന്നു. 3 വർഷം ഈശ്വരോട് നടന്നിട്ടും അനുദപിക്കാനോ പാപമോചനം പ്രാപിക്കാനോ വിശുദ്ധിയിലേക്ക് വരാനോ യൂദാസിന് മനസ്സില്ലായിരുന്നു. അങ്ങനെ നീങ്ങി യൂദാസ്
ഈശോയുടെ കൂടെ അൾത്താരയിലായിരിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് കയറി. ഞാൻ ഈ അൾത്താരയിൽ ബലി അർപ്പിച്ചുകൊണ്ട് ഇപ്പൊ ആയിരിക്കുന്നു, ഇവിടെ ആയിരിക്കുന്നു. അൾത്താരെ ബലി അർപ്പിക്കുന്നവർ അച്ഛന് പിശാച് കയറുമോ? കയറാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, സാധ്യതയുണ്ട് എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച പെസഹ ദിവസമാണ്. അന്ന് തന്നെ അതുകൊണ്ട് കുർബാന പൗരോഹിത്യ സ്ഥാപനം പെസഹ ദിവസമാണ്. നമ്മൾ പെസഹ വ്യാഴാഴ്ച അച്ഛന്മാർക്കെല്ലാം ആശംസ നേരാറുണ്ട്, പൗരോഹിത്യ സ്ഥാപന ദിവസം. അപ്പൊ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച 12 അപ്പസ്തലന്മാരെ പൗരോഹിത്യ അഭിഷേകം ചെയ്ത ദിവസം പെസഹ വ്യാഴാഴ്ച കുർബാന സ്ഥാപിക്കുമ്പം അങ്ങനെ 12 അപ്പസ്തലന്മാർക്ക് പട്ടം കൊടുത്തു ഈശോ. പട്ടം ഏതാ? വെറും പട്ടോ, പൗരോഹിത്യ പട്ടമല്ല, മെത്രാൻ പട്ടോ കൊടുക്കുന്നത്. 12 അപ്പസ്തലന്മാർ മെത്രാന്മാരാ. പൗരോഹിത്യത്തിന് പൂർണ്ണതയാണ് നേരെ കൊടുക്കുന്നത്. അപ്പൊ ഈ സാധാരണക്കാരായ 12 അപ്പസ്തലന്മാർ ഈശോ നേരെ മെത്രാൻ സ്ഥാനത്തേക്ക് പൗരോഹിത്യ പട്ടം കൊടുത്തു, അങ്ങാക്കി. എന്നിട്ട് അവരുടെ കൂടെ ഈശോ ആദ്യത്തെ പുത്ത കുർബാന അർപ്പിക്കുകയാണ്. ഈശോ ആണ് മെയിൻ സെലിബ്രന്റ്. ഈ 12 പേര് 2 വശത്തോടെ നിൽക്കുന്നു. അങ്ങനെ ഈശോ പുത്ത കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ പട്ടം കിട്ടി പുത്ത കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന യൂദാസ് സാത്താൻ വന്ന് കയറി. കണ്ടോ? സാത്താൻ വന്ന് കയറി. അപ്പൊ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിനക്ക് വേണോ? നീ ഈശ്വര അടുത്ത് നിൽക്കുന്ന ആളാണോ? പള്ളി വരുന്ന ആളാണോ? കുർബാന ചൊല്ലുന്ന ആളാണോ? ആൾത്താര നിൽക്കുന്ന ആളാണോ? ഇതൊന്നും ചുമ്മാ ഒരു സംരക്ഷണമല്ല. നമ്മുടെ ഉള്ള് പാപത്തിലാണെങ്കിൽ പിശാച് സ്വർഗീയ ഇടങ്ങളിലും വന്ന് കയറും, സ്വർഗീയ ഇടങ്ങളിലും വന്ന് കയറും. ഈശോയ്ക്കൊപ്പം ആൾത്താരെ നിന്ന് യൂദാസി സാത്താൻ വന്ന് കയറിയെന്ന് വചനം പറയുന്നു. യോഹന്നാൻ 13:27-28 ലൂക്ക 22:2-3 വാക്യങ്ങളും കൃത്യം പറയുകയാണ്. സാത്താൻ പ്രവേശിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ വ്യവസ്ഥ, സ്നേഹമുള്ളവരെ, പൈശാചിക ഉപദ്രവം നിനക്കുണ്ടോ? ബന്ധനങ്ങളുണ്ടോ? ആക്രമണങ്ങളുണ്ടോ? ആഭിചാരങ്ങൾ നിനക്ക് ടേക്കുന്നുണ്ടോ? നീ ഞെരുങ്ങുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പാപമോചനം പ്രാപിക്കുക, അനുദപിക്കുക. അത് നമുക്ക് വചനത്തെ, പ്രമാണങ്ങളെ, കൽപ്പനകളെ ഈശോയുടെ ഹൃദയത്തിൽ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് ആത്മശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചിലത് മേഖല ശ്രദ്ധിക്കുന്നില്ല, പാവമാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. അതേ എന്നുള്ളപ്പോൾ അല്ല എന്ന് പറയുന്നു, അല്ല എന്നുള്ളപ്പോൾ അതേ എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഈശോ ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്, നിസ്സാരമായ നുണ പോലും. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നത് പിശാചിനെ തോൽപ്പിക്കാൻ പാപമോചനത്തിലായിരിക്കണം അവതരണം. ഈ രണ്ടാമത്തെ കാര്യം, നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ സ്നാനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ലൂക്ക പറയുന്നുണ്ട്, യോർദാനിലെത്തി സ്നാപകരിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ലൂക്ക 3-ാം അധ്യായത്തില് 21-22 വാക്യങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം സ്നാനം സ്വീകരിച്ച ഈശോ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾക്ക് നിറയുന്നത്. അപ്പസ്തലന്മാർ ഈശോ പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ സ്വർഗാരോഹണത്തിന്റെ അവസരത്തിൽ ശക്തി ധരിക്കുന്നവരെ നഗരം വിട്ടു പോകരുത്. അവർ നഗരത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തെ കഴിഞ്ഞുകൂടി. ലൂക്ക 24:53. അങ്ങനെ 1 2 3 9 10 ദിവസം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ ശക്തി നിറയുന്നത്. 3 വർഷം ഈശോ തന്നെ കൂടെ കൊണ്ട് നടന്ന് 24 മണിക്കൂറും ധ്യാനിപ്പിച്ചൊരുക്കി അപ്പസ്തലന്മാരായിരുന്നിട്ടും 9 മുഴുവൻ ദിവസങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് നിറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. പ്രാർത്ഥന നല്ലതുപോലെ എടുക്കണം. ഈശോ യോർദാനിൽ അവിടെയും പ്രാർത്ഥിച്ചു. ഈ സ്നാനം ഏറ്റിട്ട് പൊങ്ങി വന്ന ഈശോ അപ്പോഴേ പ്രാർത്ഥിക്കുകയാണ്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത്തെ വ്യവസ്ഥ പ്രാർത്ഥനയിൽ വ്യാപരിക്കുക. അപ്പുറത്ത് വീണ്ടും ശ്രദ്ധിച്ചാണല്ലോ, പ്രാർത്ഥന കൊണ്ടല്ല മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയല്ല. പ്രാർത്ഥിക്കണം, എന്തുമാത്രം പ്രാർത്ഥിക്കണം. ഈശോ ഒക്കെ രാത്രി മുഴുവൻ മലമുകളിൽ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. രാത്രി മുഴുവൻ മല പ്രാർത്ഥിക്കുന്നു. പുസ്തകന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം തുറച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ടയിലേക്ക് നമ്മൾ വന്നെങ്കിലേ പവർ നിറയുള്ളൂ. അങ്ങനെ നമ്മിൽ നിറയുന്ന പരിശുദ്ധാത്മ പവറിന്റെ മുമ്പിലാണ് പൈശാചിക പവറുകൾ തോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം ഈശോ എന്താ ചെയ്തത്? ഉപവസിച്ചു, ഇല്ലേ? 40 ദിവസം ഉപവസിച്ചു. ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥന തുടരുകയാണ്. യോർദാനിൽ പ്രാർത്ഥിച്ച് വിസ്താരമാവെന്ന് പറഞ്ഞു. ഈശോ പാപമൊന്നും ഇല്ല, അതുകൊണ്ട് എന്നിട്ടും അവിടെ പെട്ടെന്ന് വിസ്താരമാവുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ഈശോ 40 ദിവസം ഉപവാസത്തിൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥന തുടരുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? ഉപവാസം എടുക്കുന്ന വ്യക്തി
പ്രാർത്ഥന വഴി കിട്ടുന്ന കരുത്ത് ചോർന്നു പോകാതെ മാക്സിമം സ്വന്തമാക്കുകയാണ്. ഉദാഹരണങ്ങൾ പലത് തന്നെ പറയാൻ പറ്റും. വചനത്തിൽ പറയുകയല്ലേ, കളകൾക്കിടയിൽ വീണ വിത്ത്. കളകൾക്കിടയിൽ വീണ വിത്തിന്റെ അപകടം എന്താണ്? വിത്ത് നന്നായിട്ട് വളർന്നു കയറി വന്നു, പക്ഷേ കളകൾ വളർന്നിട്ട് ഞെരുക്കി കളഞ്ഞു. വിത്ത് നന്നായിട്ട് വളരുന്നുണ്ട്, പക്ഷെ കളകളുടെ സാന്നിധ്യം പോലെ ഫലം ഉണ്ടാകുന്നില്ല. ഇങ്ങനത്തെ ഒരു അപകടമുണ്ട്. നമ്മളിപ്പോൾ കറണ്ട് കമ്പി നമ്മുടെ വീട്ടിലേക്ക് ലൈൻ വരുന്നത്, ഇപ്പോൾ കേബിൾ ആകുന്നതിന് കറണ്ട് കമ്പി വലിച്ചിരിക്കുന്നിടത്ത് മഴക്കാലം ആകുന്നതിന് മുമ്പ് KCBക്കാർ വന്ന് ഗോവണിയും തോട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ടച്ചിങ് എല്ലാം വെട്ടിക്കളയും. ടച്ചിങ് കടന്നു കഴിഞ്ഞാൽ ഒത്തിരി വൈദ്യുതി അതിലൂടെ നഷ്ടപ്പെടും. അപ്പോൾ എത്തേണ്ടിടത്ത് ആവശ്യത്തിന് പവർ എത്തിയല്ല, പ്രസരണ നഷ്ടം. അതുകൊണ്ട് ടച്ചിങ് എല്ലാം കളഞ്ഞ് ലൈനെല്ലാം ക്ലിയർ ആക്കിയെങ്കിൽ ഇവിടുന്ന് വരുന്ന പവർ അതേപടി എത്തേണ്ടത് എത്തുകയുള്ളൂ. വേറെ ഉദാഹരണം, നമ്മൾ ഒരു ഓസിലൂടെ വെള്ളം കൊണ്ടിരിക്കുകയാണ്. ഓസിലൂടെ വെള്ളം കൊണ്ടുവന്ന ഓസിന് അവിടെ ഇവിടെ എല്ലാം ചോർച്ചയാണ്, ചോർച്ച തുളയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങ് തുളയുള്ള ഓസിലൂടെ വെള്ളം കൊണ്ടുവന്നാൽ ഇവിടെ കൊണ്ടുവന്ന് എത്തുമ്പം കുറച്ച് വെള്ളമേ കാണുള്ളൂ. വെള്ളം വരുന്നുണ്ട്, പക്ഷേ ആവശ്യം ഉപകാരപ്പെടുന്നില്ല. ഈ കാര്യങ്ങൾ കേട്ട് ഇത് വഴി അറിയാതെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എത്തുന്നത്? വഴി പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാതെ വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. വഴി ആദ്യം മനസ്സിലാക്കി എന്നിട്ട് വേണം യാത്ര. വഴി അറിയണം. അപ്പൊ നമ്മൾ ഉപവാസമില്ലാത്ത വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ആസക്തിക്കും അഭിലാഷങ്ങൾക്കും രസങ്ങൾക്കും എല്ലാം പിന്നാലെ പോകുന്ന ആളാണ്. അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ അവിടെ ഇവിടെ ഇങ്ങനെ കണ്ട് പലതിൻ്റെ പുറകെ കണ്ണിനും കാതിനും ഒന്നും നിയന്ത്രണമില്ലാതെ അങ്ങനെ പോകുന്ന വ്യക്തി അവിടെ ഇവിടെ എല്ലാം ഓട്ട വീണ ഓസിലൂടെ വെള്ളമെടുക്കാൻ നോക്കുന്ന ആളിനെ പോലെയാണ്. ചോർച്ച വരികയാണ്. മീഡിയയിൽ പോലും ഇന്ന് അനേകര് ഞെരുങ്ങുന്ന ഒരു മേഖലയാണ് മീഡിയയിൽ. യൂട്യൂബും വാട്സാപ്പും. തനി തിന്മയും പാപവും ഒന്നും വൃത്തികെട്ടതൊന്നും കാണാൻ പോകുന്നില്ലാത്തവര് പോലും ആത്മീയ ചിട്ടയിൽ പ്രാർത്ഥിച്ച് നീങ്ങാൻ ശ്രമിക്കുന്നവര് ചുമ്മാ വ്യർത്ഥമായ ചപ്പും ചവരുമായ ട്രോളെന്നൊക്കെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പം ചോർച്ചയാണ്. ഈ ജെറമിയായിക്ക് അങ്ങനെ അബദ്ധം പണ്ട് പറ്റി. അന്ന് ഫോൺ നോക്കിയതല്ല, യൂട്യൂബിലല്ല, അന്ന് യൂട്യൂബില്ലല്ലോ. ജെറമിയ ഒരിക്കല് വിഷമിച്ച് ദൈവത്തിൻ്റെ പക്കല് നിൽക്കുന്ന രംഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ജെറമിയ 15-16 നല്ല വചനങ്ങൾ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരുടെ സഹവസിക്കുകയോ അവരോട് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നു, അവിടെ ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. എന്നുവെച്ചാൽ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവകാര പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ച് വേറെ വേണ്ടാത്ത വഴിക്കൊന്നും അലമ്പാനും കറക്കാനും പോകാതെ അങ്ങനെ നീങ്ങുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ചിട്ട. അതാണ് നോമ്പുകാലം, അതാണല്ലോ. ബാക്കിയെല്ലാം മാറ്റി ദൈവത്തോട് ചേർന്ന് പോവുകയാണ്. പക്ഷെ അങ്ങനെ നീങ്ങിയ ജെറമ്യായ്ക്ക് ഒരു ചളുക്കുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം? അദ്ദേഹം പറയുകയാണ്, എന്താണ് എൻ്റെ വേദന മാറാത്തത്, എൻ്റെ മുറിവുണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്കിടെ വെള്ളം പറ്റി പോകുന്ന അരുവിയെ പോലെ അവിടെ തന്നെ വഞ്ചിക്കുമോ? അപ്പം യെരമ്യാ എന്തൊരു പ്രശ്നം പറയുകയാണ്, എന്നെ ദൈവം വഞ്ചിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റി പോച്ചാൽ എവിടെയോ കിട്ടുന്നില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നില്ല, കൃപ കിട്ടുന്നില്ല, വെള്ളം പറ്റി പോകുന്ന ഉറവ് പോലെ അങ്ങനെ വഞ്ചിക്കുമോ, എന്നെ അടിച്ച് പോകുമോ? അപ്പോൾ എന്താ എൻ്റെ ഉള്ളിൽ വേദന കയറുന്നത്? ഈ അസ്വസ്ഥത. ഇങ്ങനെ അതിൻ്റെ കാരണം യെരമ്യാ പറയുന്നില്ല, അനുഭവം പങ്കുവെക്കുകയാണ്. ഈ അനുഭവം യെരമ്യായ്ക്കുണ്ട്. അങ്ങനെ പറയുമ്പം കർത്താവ് പറയാം, 10 വാക്യം, കർത്താവ് അല്ല ചെയ്തു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധി നിന്നെ പുനഃസ്ഥാപിക്കാം. തിരിച്ചു വന്നാൽ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എവിടെയോ ഇച്ചിരി വേണ്ടാത്ത വഴിക്ക് പോയി. സംഭവം പറയുന്നില്ല. തിരിച്ചു വന്നാൽ വീണ്ടും പറഞ്ഞോ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ച നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടത് പറയാതെ സദ്വചനം മാത്രം നീ എൻ്റെ നാവ് പോലെയാകും. അപ്പൊ തിരിച്ചു വരണം. അപ്പൊ എവിടെ വഴി തെറ്റിയത്? ഏതാണ്ട് വിലകെട്ട കാര്യങ്ങളുടെ പുറകെ യെരമ്യാ ഇച്ചിരി പോയി. തമ്പുരാന്റെ സാരി നഷ്ടപ്പെടുകയും ചെയ്തു. ചോർച്ച വന്നു. തമ്പുരാൻ പറയാണ്, ഇനി അങ്ങനെ പോകാതെ നീ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ച് എൻ്റെ നാവ് പോലെയാകും. വേണ്ടാത്ത ട്രോളുകളുടെയും സിനിമ കോമഡികളുടെയും ഒക്കെ പുറകെ വാട്സാപ്പിലും യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ കയറി നമ്മൾ പോകും. നമ്മൾ പറയും, ഞാൻ പ്രമാണം ലംഘിക്കുന്നൊന്നുമില്ല, ഞാൻ കൽപ്പന ഒന്നും ലംഘിക്കുന്നൊന്നുമില്ല, പക്ഷെ ഇച്ചിരി ഇങ്ങനെയൊക്കെ പോകുന്നു. ഇത് ഓരോന്നും ചോർച്ചയാണ്. ടച്ചിങ് പോലെയാണ്. പവർ പോകും. ഓസിൻ്റെ ഓട്ട പോലെയാണ്. പവർ പോകും.
പവർ പോക്കും. കള വളർന്ന് നിൽക്കുന്ന, കളക്കിടയിൽ നിൽക്കുന്ന ഗോതമ്പ് ചെടി പോലെയാ, കതിരുണ്ടാകുന്നില്ല. റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്ന തെങ്ങേൽ കായ ഉണ്ടാകുമോ? ഉണ്ടാകുകയല്ല അല്ലേ? തെങ്ങ് വെച്ചു, റബ്ബറും വെച്ചു, തെങ്ങിൻ്റെ മുകളിൽ റബ്ബർ വളർന്നു കയറി, തെങ്ങിന് സൂര്യപ്രകാശം കിട്ടുന്നില്ല, കായില്ല. എരമ്പത്ത് നിൽക്കുന്ന മാവില് കാ പിടിക്കുകയല്ല. മാവിൻ്റെ ശിഖരങ്ങളിൽ നല്ല വെയിൽ പതിച്ചാലേ പൂവിടുള്ളൂ. എരമ്പിൻ്റെ കീഴെ റബ്ബർ തോട്ടത്തിനകത്ത് നിൽക്കുന്നൊരു മാവ് ഒന്നാന്തരം പേരയ്ക്കാമാവാ, പക്ഷേ ഒരു വെളിച്ചം സൂര്യപ്രകാശം കിട്ടുന്നില്ല, അത് കായ ഉണ്ടാവുകയല്ല, എരമ്പിൻ്റെ കീഴിലാണ്. ഈ അപകടമാണ് നമ്മൾ ഈ പറഞ്ഞ അതും ഇതും ഒക്കെ ആയിട്ട് നീങ്ങുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ അതും ഇത് അതിൻ്റെ ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്ന അവസ്ഥയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെച്ച് നമ്മളെ തന്നെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരുത്താനുള്ള പരിശ്രമമാണ് നോയമ്പും ഉപവാസവും. ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പുറകെ തിന്നാൻ പോകുന്നു, ഓവറായിട്ട് തിന്നുന്നു, അതങ്ങനെ മറ്റേതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ അതും ഇതും അങ്ങനെയുള്ള എല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഉപവസിക്കുക എന്ന് വെച്ചാൽ അർത്ഥം മലയാളത്തിൽ സിമ്പിളായിട്ട് പറയാറുണ്ട്. ഉപവസിക്കുക, അടുത്ത് വസിക്കുക എന്ന് പറയും. അടുത്ത് വസിക്കുക, അടുത്തിരിക്കുക, ചേർന്നിരിക്കുക, ഉപവസിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൂരേക്ക് വരാം. അപ്പം ഇതാണ് ഉപവാസം. ഈ ഒരു പ്രക്രിയ നമ്മൾ എടുത്തെങ്കിലേ കരുത്ത് കിട്ടുള്ളൂ. അപ്പം എത്ര കാര്യം കണ്ട് നമ്മൾ ഈശോ ചെയ്യുന്നത്? 1 പാവമോചനം, 2 പ്രാർത്ഥന, 3 ഉപവാസം എടുത്തു. ഇത് 4-മത്തെ കാര്യം, വചനത്തെ മുറുകെ പിടിച്ചു. വചനത്തെ മുറുകെ പിടിച്ചു. സാത്താൻ ഓരോ കമന്റ് പറയുമ്പോഴും ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം എഴുതപ്പെട്ട് ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടത് അതിലേക്ക് തന്നെ നിർബന്ധമായിട്ട് ചേർന്ന് നിൽക്കുക. ദൈവത്തിന്റെ ഹിതം മാത്രമേ തേടുള്ളൂ. ദൈവം പറയാത്ത ഒന്നും എനിക്ക് വേണ്ട. ഹവ്വയുടെ പക്കൽ സർപ്പം സംസാരിച്ചപ്പം സംഭവിച്ചത് ദൈവം പറഞ്ഞതിനെ മാറ്റിക്കളഞ്ഞു. ദൈവം പറഞ്ഞിരുന്നു അതിൻ്റെ പഴം തിന്നരുത്. സർപ്പം പറഞ്ഞു തിന്നാലും കുഴപ്പമില്ല. അവിടെ അരുതെന്ന് പറഞ്ഞത് അങ്ങ് വെട്ടിക്കളഞ്ഞു, ഡിലീറ്റ് ചെയ്തേരെ. ദൈവമായ കർത്താവ് ഹവ്വയുടെ ബ്രെയിനിലെ ഹൃദയത്തിൽ എഴുതി വെച്ചിരുന്ന ലിഖിതം, കൽപ്പന ഡിലീറ്റ് ചെയ്യാൻ, വെട്ടിക്കളയാൻ, മായ്ച്ചു കളയാൻ സർപ്പം പറഞ്ഞു. ആ സ്ഥാനത്ത് ഞാൻ പറയുന്ന കാര്യം എഴുതി വെക്കാൻ പറഞ്ഞു. അത് ചെയ്താൽ മതി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ, കൽപ്പനയാണ് ഹവ്വ വെട്ടിക്കളഞ്ഞിട്ട് സർപ്പം പറഞ്ഞ വാക്കകത്ത് വെച്ച് അത് വെച്ച് പെരുമാറി. അവിടെയാണ് ഹവ്വ തോറ്റത്, വീണത്. ഈശ്വര പക്കൽ സർപ്പം സംസാരിക്കുകയാണ്, സാത്താൻ സംസാരിക്കുകയാണ്, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഈശ്വര പറയാണ് നോ, എഴുതപ്പെട്ട വചനം എൻ്റെ ഉള്ളിലുണ്ട്, അത് വിട്ട് ഞാൻ മരത്തില്ല, ഇതിന് ഡിലീറ്റ് ചെയ്യല. ഈ വചനമല്ലാതെ വചനത്തിൽ വിരുദ്ധം ചെയ്യല. മരുഭൂമിയിൽ ഗസ്തോടത്തിന്റെ പ്രാർത്ഥന ചോദിച്ചതല്ലേ പറഞ്ഞത്, പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിന്റെ ഹിതം അതാ പ്രവാചകന്മാർ വഴി വെളിപ്പെട്ട് വചനത്തിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങയുടെ ഹിതം വിട്ട് ഞാൻ പോവുകയല്ല, പക്ഷെ ഈ കുരിശ് ഒഴിവാക്കാൻ തോന്നിപ്പോകുന്നു. എൻ്റെ മാനുഷികത കടന്ന് ഭയന്ന് ഞടുങ്ങുന്നു, സാത്താൻ കടന്ന് പ്രേരിപ്പിക്കുന്നു, അതുകൊണ്ട് കുരിശ് വേണ്ടാന്ന് തോന്നിപ്പോവുകയാണ്. പക്ഷെ അപ്പൻ്റെ വഴി വിട്ട് എന്നെ ഇങ്ങോട്ടും വിട്ടേക്കരുതേ. കണ്ടോ, ആര് നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ. 1 യോഹന്നാൻ 3:7 വാക്യം നമ്മൾ ലേഖനത്തിൽ വായിച്ചില്ലേ? അപ്പൊ ഈശോ പിശാചിനെ പരാജയപ്പെടുത്താൻ ഉപയോഗിച്ച 4-മത്തെ മാർഗം വചനത്തിന് കാതോർത്തു, വചനത്തെ മുറുകെ പിടിച്ചു, പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യുള്ളൂ നിർബന്ധം എടുത്തു. ഇത് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് മത്തായി 8:16 അവൻ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി. കണ്ടോ, വചനത്താൽ. വചനം ഇത് 2 അർത്ഥം ഉണ്ടനും. 1 വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോ കൽപ്പിച്ചുകൊണ്ട്, 2 വചനത്തിൻ്റെ വഴിയിലൂടെ ജനത്തെ നയിച്ചുകൊണ്ട്, വചനം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആ വചനത്തിലേക്ക് വരുമ്പം വിടുതൽ കിട്ടും. വചനം ശ്രവിക്കുന്നതിന് മാത്രം വിടുതൽ കിട്ടും. വചനത്തിൻ്റെ കരുത്ത്, വചനം വഴി ജൈവിക ജീവനും ആത്മാവും കടന്നു വരും. ഹല്ലേലൂയ. അപ്പൊ 4-മത്തെ കാര്യം ഈശോ മുറുകെ പിടിച്ചത് വചനമാണ്. അപ്പൊ നമ്മളും വചനത്തിൽ കയറി വരണം. ഇനി 5-മതൊരു കാര്യം കൂടി ഇവിടെ വചനം ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ഈശോയുടെ ഈ മാതൃക മത്തായി 4-ലാണല്ലോ വായിച്ചത്. അവസാനം ഈശോ പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോവുക, സാത്താനെ നീ ദൂരെ പോവുക. കൽപ്പിച്ചു 10-ാം വാക്യം മത്തായി 4:10. യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക. ആജ്ഞാപിക്കണം. ആജ്ഞാപിക്കുന്ന അധികാരവും വേണം, അധികാര ശക്തിയും വേണം. ശക്തി പ്രാർത്ഥനയുടെ വികൃത വിസ്താരമാവാണ്. അധികാരം ഏതൊരു വിശ്വാസിക്കും അധികാരമുണ്ട്. വിശ്വസിക്കുന്ന ഒരു അടയാളം ഉണ്ടായിരിക്കും. ഏതൊരു വിശ്വാസിക്കും
തൻ്റെ പക്കൽ നിന്നും തിന്മയെ ആട്ടിപ്പായിക്കാനുള്ള അധികാരം, തൻ്റെ മേൽ അധികാരം ഉള്ളതുകൊണ്ട് തൻ്റെ പക്കൽ നിന്ന് ആട്ടിപ്പായിക്കാൻ അധികാരമുണ്ട്. പക്ഷെ പവർ എടുക്കണം. അധികാരവും പവറും രണ്ട് കാര്യങ്ങളാണ്. അധികാരവും പവർ രണ്ട് കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിയുടെ യാത്ര പോവുകയാണ്, കേരളത്തിൽ കൂടെ യാത്ര പോകുന്നു. ഹൈവേയിലൂടെ പോകുമ്പം ഒരു 2-3 പോലീസ് വണ്ടിയെല്ലാം കൂടെയുണ്ട്. ഇതേ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഹൈവേ ബ്ലോക്ക്, പെട്ടെന്ന് അവിടെ എന്തോ പ്രശ്നമുണ്ടായി, വണ്ടിയൊന്നും പോകുന്നില്ല. ഉടനെ പോലീസ് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഇതേ 10 മിനിറ്റ് മുമ്പ് അവിടെ റോഡിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള 2 കുടുംബക്കാർ എന്തോ പ്രശ്നമുണ്ടാക്കി, വഴക്കായി. ഉടനെ 2 വശത്തുള്ള കുടുംബങ്ങളിലെ ആൾക്കാരെല്ലാം കൂടെ അത് തമ്മിൽ ശത്രുത ഉണ്ടെന്ന് വിചാരിക്കാം, ഇറങ്ങി വന്നിട്ട് റോഡിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയും, ചീത്ത വിളിക്കുന്ന ബഹളം, വഴിയിൽ ഇങ്ങനെ ആൾക്കൂട്ടം നീക്കുകയാണ്. ഒരു 100 പേരുണ്ട് അപ്പുറയും ഇപ്പുറയും. 10 മിനിറ്റ് കൊണ്ട് വഴി ഇത് ബ്ലോക്കായി. മുഖ്യമന്ത്രിയുടെ വണ്ടിയും തടച്ചു കിടക്കുക. മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ ഇത് വഴി തടഞ്ഞത്? ഇപ്പം പോലീസ് പറഞ്ഞ് സാർ ക്ഷമിക്കണം, ഇപ്പം പെട്ടെന്നുണ്ടായ സംഭവം. എന്താ കാര്യം? ഇതേ സംഭവം. എത്ര പേരുണ്ട്? അവർ 100-120 പേരുണ്ട് അപ്പുറം നിൽക്കുക. ഉടനെ മുഖ്യമന്ത്രി വാതിൽ തുറക്കാൻ പറഞ്ഞു. തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് കയറി ചെന്നു. അങ്ങ് ഇറങ്ങി ചെന്നപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറും ബഹളമായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം, കൈകൊട്ട് പറയാം, ആരാ അവിടെ? ഇവിടെ നോക്കാൻ പറഞ്ഞു. ഞാൻ മനസ്സിലായാലാണ് മുഖ്യമന്ത്രിയെ പറയുന്നത്, വിട്ടുപോക്കണം, അല്ല ഇപ്പം ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ, ഇവിടെ നിൽക്കുന്നവൻ, അവൻ്റെ കയ്യിലുള്ള കല്ല് ഒറ്റയേറ് മുഖ്യമന്ത്രി തറക്കിട്ട് കൊണ്ടും ബോധം കിട്ടും, അവിടെ വീഴും. ശരിയല്ലേ? ഇല്ലേ? ആദ്യത്തെ കല്ല് മറ്റവൻ്റെ അറിയാൻ വെച്ചത് ഇങ്ങേർക്കിട്ട് അറിയും, തറക്കിട്ട് കൊള്ളും, ആളവിടെ വീഴും. മുഖ്യമന്ത്രിക്ക് അധികാരമില്ലേ? അധികാരമുണ്ട്. പിന്നെ എന്നാ പറ്റി? പവർ, ശക്തി അവിടെ എടുത്തില്ല. എന്താണ് പവർ? പോലീസ് ഫോഴ്സ്. മുഖ്യമന്ത്രി ചോദിക്കുക, എന്താ ഇവിടെ വിഷയം? വഴി ബ്ലോക്കായപ്പോൾ ഇത് പ്രശ്നമാണ്, ഇവിടെ ആൾക്കൂട്ടമാണ്, എത്ര പേരുണ്ട്? പോലീസ് 10-200 പേരുണ്ട്. മുഖ്യമന്ത്രി പറയാണ്, ഒരു 600 റിസർവ്ഡ് പോലീസിനെ വേഗം ഇറക്കാൻ പറഞ്ഞു. 200 പേര് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 600 പോലീസ് റിസർവ് ഫോഴ്സ്. മുഖ്യമന്ത്രി അനങ്ങാതെ അവിടെ ഇരിക്കും, അവർ ഏറ് തുടരും. ഓക്കെ, മിനിറ്റുകൾക്കുള്ളിൽ 2 വശത്തും ഇതേ പോലീസ് വന്നിറങ്ങിയിട്ട് ലാത്തിയും തോക്കുമായിട്ട് വന്ന് നേരെ അങ്ങ് നിൽക്കുകയാണ് 2 വശത്തും. മുഖ്യമന്ത്രി പറയാണ്, അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, പോലീസ് നിൽക്കുകയാണ്, പിരിഞ്ഞു പോവുക, അല്ലെ ഇപ്പോൾ ലാത്തി ചാർജാണ്. ആൾക്കാർ കല്ലും കൊണ്ട് നിൽക്കുന്ന നോക്കുമ്പോണ്ട് ഇത്രയും വലിയ പോലീസ് അവിടെ നിൽക്കുന്നത്. അവരിട്ടിട്ട് മാറും. അധികാരം മാത്രം പോരാ, പവർ വേണം. ഈ പവർ പരിശുദ്ധാത്മ പവറാണ്. ഇത് പ്രാർത്ഥന വഴി മാത്രമേ കിട്ടുള്ളൂ, പ്രാർത്ഥന വഴി മാത്രമേ കിട്ടുള്ളൂ അധികാരവും ശക്തിയും. അപ്പൊ ആജ്ഞാപിക്കണം എന്ന് ഞാൻ പറയുമ്പം 5ാമത്തെ കാര്യമാണല്ലോ. ആജ്ഞാപിക്കണമെന്ന് പറയുമ്പം ആജ്ഞാപിച്ചാൽ, വെറുതെ വാഗൊണ്ട് ആജ്ഞാപിച്ചാൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിന്ന് ആജ്ഞാപിച്ചിരിക്കും, ആദ്യത്തെ കല്ല് ഇറക്കിയിട്ട് കിട്ടും. അവിടെ നമ്മൾ സാത്താന്യ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ആജ്ഞാപിച്ചിറക്കി വിടാൻ നമുക്ക് നമ്മുടെ അധികാരമുണ്ട്. നമ്മുടെ മക്കളുടെ മേൽ അധികാരം, മാതാപിതാക്കൾക്ക്. ഒരച്ഛൻ ഇടവക്കാരുടെ മേൽ അധികാരമുണ്ട്. ഒരു ശുശ്രൂഷ കേന്ദ്രത്തിൽ ഉള്ള ഉത്തരവാദിത്തോട് വ്യക്തി അവിടെ വരുന്നവരുടെ അധികാരമുണ്ട്. ഒരു വികാരിച്ചന് അവിടെ ഇടവക്കാരൻ മാത്രമല്ല, അവിടെ വരുന്ന ആൾക്കാരുടെ മേൽ അധികാരമുണ്ട്. അങ്ങനെ അധികാരത്തിൻ്റെ ചില ക്രമങ്ങളുണ്ട്. അങ്ങനെ അധികാരമുള്ളിടത്തെ ആജ്ഞാപിക്കാവുള്ളൂ. ആജ്ഞാപിക്കുമ്പം ആവശ്യത്തിന് ഫോഴ്സ്, പവർ എടുത്തിരിക്കണം, എന്നിട്ട് ആജ്ഞാപിക്കാവുള്ളൂ, അല്ല തിരിച്ചടി കിട്ടും. ഇത് 5ാമത്തെ കാര്യം. ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പവർ നിറഞ്ഞു. അവസാനം പറഞ്ഞു, ശബ്ദിക്കരുത്, വിട്ടുപോ. അവൻ പോയി. അങ്ങനെ ഈശോ ആജ്ഞാപിക്കും. നമുക്ക് പിന്നെ ഇഷ്ടം പോലെ കാണാം. ഈ അധികാരം ഈ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, വികാരിച്ചൻ അല്ല ശുശ്രൂഷകത്തിന്. അപ്പൊ അധികാരം വെച്ച് ആജ്ഞാപിക്കുന്നത് നമ്മൾ തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരുങ്ങി ചെയ്യണം. ഇത് സഭയുടെ ശുശ്രൂഷകൾ അത് നമ്മൾ എടുക്കണം. അപ്പൊ ഈ 5 കാര്യങ്ങൾ സ്നേഹമുള്ളവരെ ഈശോ ഇന്ന് ഓർപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പിശാചിനെ വരച്ച വര നിർത്തിയത്.